ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് അമർത്തുക. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് പത്രപരസ്യങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും മലയാളികൾക്ക് സുപരിചിതമായ ഒരു വാക്കാണ് അക്ഷയതൃതീയ എന്നുള്ളത്. ഇതിനെ സ്വർണം വാങ്ങുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് പല പരസ്യങ്ങളിലും പറഞ്ഞു വരുന്നത്. എന്താണ് അക്ഷയതൃതീയ എന്നും സ്വർണവുമായി ഇതിനുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ അഥവാ വെളുത്തപക്ഷത്തിലെ തൃതീയ തിഥിയെയാണ് അക്ഷയതൃതീയ അല്ലെങ്കിൽ അക്ഷതൃതീയ എന്ന് പറഞ്ഞു വരുന്നത്. ഈ അക്ഷയതൃതീയ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ തിഥിയിലും ബുധനാഴ്ച ദിവസവും രോഹിണി നക്ഷത്രവും ചേർന്ന് വരികയാണെങ്കിൽ ഏറ്റവും ശുഭപ്രദമാണ്. എന്നാൽ ഇപ്രാവശ്യം ബുധനാഴ്ചയ്ക്ക് പകരം വെള്ളിയാഴ്ചയാണ് വരുന്നത്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ തിഥിയിലാണ് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ 4 യുഗങ്ങളിൽ ആദ്യത്തേതായ കൃതയുഗം അഥവാ സത്യയുഗം ആരംഭിക്കുന്നത്. ഈ വർഷം വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ തിഥി വരുന്നത് 1199 ആണ്ട് മേടമാസം 27-ാം തീയതി, അതായത് ഇംഗ്ലീഷ് മാസ തീയതി 10/5/2024 വെള്ളിയാഴ്ചയാണ്. സത്യയുഗം ആരംഭിച്ചത് ഈ ദിനത്തിലാകയാൽ അന്ന് ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങൾ അക്ഷയം അഥവാ ഒരിക്കലും ക്ഷയിക്കാത്തതായിരിക്കും എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ആ ദിവസം ചെയ്യപ്പെടുന്ന സ്നാനം, ജപം, ഹോമം, ദാനം, പിതൃതർപ്പണം, സ്വാധ്യായം അഥവാ വേദാഭ്യാസം മുതലായ കർമ്മങ്ങൾ അക്ഷയഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. ഈ ദിവസം ഉപവസിക്കുന്നതും മഹാവിഷ്ണുവിന് അന്നം നിവേദിക്കുന്നതും അതുകൊണ്ട് അഗ്നിയെ പ്രീതിപ്പെടുത്തിയതിനു ശേഷം ആ അന്നം ദാനം ചെയ്യുന്നതും മഹാപുണ്യമാണെന്നാണ് വിഷ്ണുധർമ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിലും അന്നദാനം മഹാദാനമെന്നാണല്ലോ പറയുന്നത്. ദാനം വാങ്ങുന്ന ആൾ തൃപ്തനായി മതിയെന്ന് പറയുന്നത് അന്നദാനത്തിൽ മാത്രമാണ്. അതിനാൽ തന്നെ അന്നദാനം മഹാദാനമായി കരുതപ്പെടുന്നു. യുഗാദി തിഥികളിൽ നടത്തുന്ന ശ്രാദ്ധം പിതൃക്കൾക്ക് പ്രത്യേകം പ്രീതികരമാണ്. വർഷത്തിലെ ഏറ്റവും ആദരണീയങ്ങളായ തിഥികളിൽ ഒന്നാണ് അക്ഷയതൃതീയ. ഈ തിഥി ദേവന്മാർക്ക് പോലും വന്ദനീയമാണ്. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 6ാമത്തെ അവതാരമായ പരശുരാമൻ അവതാരമെടുക്കുന്നത് ഈ അക്ഷയതൃതീയ ദിനത്തിലാകയാൽ ഈ ദിവസം പരശുരാമ ജയന്തിയായും ആഘോഷിക്കുന്നു. ഈ ദിവസം പരശുരാമ പ്രതിമയെ പൂജിക്കുകയും ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടത്തുകയും ചെയ്യുന്ന പതിവുണ്ട്. എന്നാൽ കേരളത്തിൽ അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങുകയെന്ന ആചാരം മാത്രമായി ചുരുക്കപ്പെട്ടിരിക്കുന്നതായാണ് കാണുന്നത്. എന്താണ് ഇതിന് കാരണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഭവിഷ്യപുരാണത്തിൽ പറയുന്ന ദദോ ഗോഭൂ ഹിരണ്യാദി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ പറയുന്നത് ഗോ അഥവാ പശു, ഭൂ അഥവാ ഭൂമി, ഹിരണ്യം അഥവാ സ്വർണം എന്നിവ അന്നേ ദിവസം, അതായത് അക്ഷയതൃതീയ ദിവസം പകൽ മുതൽ രാത്രി വരെ ദാനം ചെയ്യണമെന്നാണ്. ദാനം ചെയ്യേണ്ടത് ദീനന്മാർക്കും, അതായത് അവശത അനുഭവിക്കുന്നവർക്കും, ആർത്തന്മാർ അഥവാ ദുഃഖിതന്മാർക്കുമായിരിക്കണം. ഇങ്ങനെ ദീനന്മാരും ആർത്തന്മാരുമായ ജനങ്ങൾക്ക് പശു, ഭൂമി, സ്വർണം മുതലായവ ദാനം ചെയ്താൽ ദാനം ചെയ്യുന്നവന് കൈവശം ബാക്കിയുള്ള പശു, ഭൂമി, സ്വർണം മുതലായ ധനങ്ങൾക്ക് ക്ഷയം ഉണ്ടാകില്ല, അവ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നാണ്. ഇനി ദാനം ചെയ്യേണ്ട പശു, ഭൂമി, സ്വർണം മുതലായവ ദാനം ചെയ്യുന്ന ആൾ ആഗ്രഹിച്ച് സംഗ്രഹിച്ച ഭോഗവസ്തുക്കളായിരിക്കണം. അതല്ലാതെ
മറ്റുള്ളവരുടെ പക്കൽ നിന്ന് മോഷ്ടിച്ചതോ ഒന്നും ആകുവാൻ പാടില്ല. ഈ ദാനം നൽകേണ്ടത് അക്ഷയതൃതീയ ദിവസം ശ്രദ്ധയോടെ അത്യാഗ്രഹം ഇല്ലാതെ വേണമെന്നാണ്. അതായത് പുണ്യമോ പരോപകാരമോ മറ്റോ പ്രതീക്ഷിക്കാതെ ദാനം ചെയ്യണമെന്നാണ്. അങ്ങനെ ദാനം ചെയ്യുന്നവരുടെ ധനം ഒരിക്കലും ക്ഷയിക്കുകയില്ല, നേരെ മറിച്ച് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഇതിനെ സ്വർണം നിക്ഷേപമായി വാങ്ങിക്കൂട്ടുന്ന ഒരു ചടങ്ങായി മാറ്റിയിരിക്കുന്നു. ആരോട് ചോദിച്ചാലും അക്ഷയതൃതീയ എന്നാൽ സ്വർണം വാങ്ങാൻ പറ്റിയ ദിവസം എന്നാണ് പറയുന്നത്. അക്ഷയതൃതീയയെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. അക്ഷയതൃതീയ ദാനം ചെയ്യാൻ ഉത്തമ ദിവസമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ വാങ്ങിക്കൂട്ടുവാൻ പറ്റിയ ദിവസം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ആഗ്രഹിച്ച് സംഗ്രഹിച്ച വസ്തുക്കൾ ദാനം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വർണമാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് വാങ്ങി മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇപ്പോൾ വീട്ടിൽ ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയ്ക്കോ മക്കളുണ്ടെങ്കിൽ മക്കൾക്കോ അഥവാ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കെങ്കിലും സ്വർണം മുതലായവ ഈ ദിവസത്തിൽ വാങ്ങി ദാനം ചെയ്യുന്നതിൽ തെറ്റില്ല. അതല്ലാതെ സ്വന്തം കഴുത്തിലണിയുന്നതിനോ നിക്ഷേപത്തിനോ മാത്രമായി വാങ്ങുന്നതിൽ ഒരർത്ഥവുമില്ല. സ്വന്തം ബന്ധുക്കാർക്ക് മാത്രമായി വാങ്ങിക്കൊടുക്കുന്നവർ അതിനോടൊപ്പം മേൽപ്പറഞ്ഞ ശ്ലോകങ്ങളിൽ പറയുന്നത് പോലെ ദീനന്മാർക്കും ആർത്തന്മാർക്കും കൂടി അല്പം ദാനം ചെയ്താൽ അതുകൊണ്ട് കൂടുതൽ പുണ്യം കിട്ടും, അതോർക്കുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്. അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിഷ്ടമായെങ്കിൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.